ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനീഷ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല തനി നാടൻ ചൂരൻ മീൻകറിയാണ്. ചൂരൻ മീൻകറി വെക്കാൻ ഞാനൊരു പൊടിക്കൈ ഇതിനകത്ത് വേവിച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു 3 കഷ്ണമുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിട്ട് കൊടുത്ത് ഒരു പകുതി മൂപ്പിയത് മതി, നമുക്ക് ഒരുപാട് മൂപ്പിക്കുണ്ടാകും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തത് അതും കൂടി ഇട്ട് ഒരു പകുതി മൂത്ത് ഇടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുത്തൊന്ന് ചെറിയൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേന് ഈ 2 കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ ഒരു 1/4 പാവ് അരപ്പാവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. എനിക്കിച്ചിരി കളറ് കുറവ് കിട്ടിയാൽ മതി, അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ഇച്ചിരി നമുക്ക് മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കരിഞ്ഞു പോകും. ഒരു ചെറിയ പകുതി തക്കാളി, ഞാൻ ഇതിനകത്ത് ഇച്ചിരി പുളി ആവശ്യത്തിന് നമ്മുടെ കുടംപുളി ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പകുതി തക്കാളി ഇട്ട് കൊടുത്തത്. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വരണ്ട് വരണം, ചെറുതായിട്ടൊന്ന് വരട്ടിയാൽ മതി. നമുക്ക് ഒരു 2 കഷ്ണം കുടംപുളി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ, ഇച്ചിരി ചെറിയ ചൂട് മതി, ആ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ ഒന്ന് കുതുക്കാൻ വെച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലേക്ക് ആദ്യമേ മൂപ്പിക്കുന്ന സമയത്ത് ഉലുവ ഒന്നും ചേർത്തിട്ടില്ല. എനിക്ക് ഉലുവാപ്പൊടി ചേർക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിത്തിരി 2-3 ഉലുവാപ്പൊടി. പിന്നെ നമ്മുടെ പൊടിക്കൈ എന്ന് പറയുന്നത് ഈ സാധനമാണ്, ഒരു 2 പിഞ്ച് കായപ്പൊടി. അതിനുശേഷം നല്ലവണ്ണം അത് മിക്സ് ചെയ്യാം. കാരണം പൊടി ഇട്ടതല്ലേ, പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊണ്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ഒന്ന് അടച്ചു വെച്ച് തന്നെ തിളപ്പിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ടോ, പൊടിമ പ്രത്യേകം ഒന്ന് നോക്കണം, ഇപ്പോൾ പൊടിയെ കുറഞ്ഞാണ്. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് തിളച്ച് നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. അതിനുശേഷം നമ്മുടെ മീനുകളൊക്കെ അങ്ങോട്ട് പറക്കിയിട്ട്, ഞാൻ കഴുകി വെച്ച മീനാണ്, 2-3 വട്ടം കഴുകി വെച്ച മീനുകളാണ് ഇട്ട് കൊടുക്കുന്നത്. മീനിന് ചെറിയ ഒരു ഉളുമ്പ് ചവയുള്ളത് കൊണ്ട് ചിലർ വിനാഗിരിയിലൊക്കെ ഇട്ടിട്ട്, വിനാഗിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഇടും. പിന്നെ ഞാൻ തന്നെ നല്ല രീതിയിൽ ഇച്ചിരി ഉരച്ച് കഴുകിയത് കൊണ്ട് തോലൊക്കെ കളഞ്ഞ മീനാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒതുക്കി മീനാണ്. കാര്യം എന്താണെന്ന് പറയുന്നത്, നമ്മുടെ മീനുകളിലെല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതിൻ്റെ ഈ മസാല ടേസ്റ്റ് എല്ലാം കൂടെ പിടിക്കണ്ടേ, അതുകൊണ്ട് നല്ലോണം ഒതുക്കി നല്ല റെഡിയാക്കി വെച്ചണം. എന്നിട്ട് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് വരുന്നുണ്ട്. അത് നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. ഈ കറി ഇങ്ങനെ വന്നാൽ മാത്രം പോരാ, ഇതിനെ നമ്മൾ തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം ചെറുതായിട്ട്. എനിക്കിച്ചിരി ചാറുള്ളതുകൊണ്ട് എനിക്കിച്ചിരി ചാറ് നല്ല രീതിയിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു ഇച്ചിരി ചാറ് ഇങ്ങനെ ചോറിലൊക്കെ കഴിച്ച് ഇങ്ങനെ ഇച്ചിരി ഒരു വെള്ളം പോലൊക്കെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചെറിയ ചാറ് വെക്കണം. കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. പിന്നെ തുറന്ന് വെച്ച് ഇച്ചിരി പറ്റിക്കാൻ മറന്നുപോലെ ഒരു 5 മിനിറ്റ് പറ്റിച്ചെടുക്കണം നല്ല രീതിയിൽ. അപ്പോൾ ഇച്ചിരി ചാറൊക്കെ ആ മീൻ്റെ മണ്ടയ്ക്കൊക്കെ ഇരുന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയൊക്കെ അതിനകത്തോട്ടങ്ങ് പിടിച്ചോളും. ഇച്ചിരി തിളച്ച് പറ്റി വന്നപ്പോഴത്തേക്കിന് ഇച്ചിരി അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി തൂക്കി കൊടുക്കണം. എന്നാലേ ആ ഒരു സ്മെല്ല് വരും, നല്ല അടിപൊളി ഒരു സ്മെല്ല് വരും. കറിവേപ്പിലയും ഒരു കഷ്ണം കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല മണമായിരിക്കും. അതിനുശേഷം വെച്ച് പറ്റിച്ചെടുത്തൊരു 10 മിനിറ്റ് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നല്ല സൂപ്പർ കിണ്ണം കാച്ചിയ ചൂരമീൻകറി റെഡി. ഇതിനൊരു പ്രത്യേക മണമടിക്കുന്നുണ്ട്, ആ മണത്തിലാണ് ഞാൻ വീഴുന്നത്. നമ്മുടെ ആ പൊടിക്കൈ ഓർമ്മയുണ്ടല്ലോ, ആ കായപ്പൊടി, അതിലാണ് സൂപ്പർ ആ മണം വരുന്നത്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്യണം കേട്ടോ.